ഹലോ ഗായ്സ്, വെൽക്കം ടു എഫ് ജി ട്രേഡർ. അപ്പോൾ ഇന്ന് നിഫ്റ്റി എക്സ്പയറി ഡേ ആയിരുന്നു. അപ്പോൾ നിഫ്റ്റി എക്സ്പയറി ഡേയിൽ വലിയ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ എനിക്ക് പറ്റിയില്ല. പക്ഷെ എന്താണ്, അത്യാവശ്യം ഡബിളിലേക്ക് പോയ ഒരു ട്രേഡ് എനിക്ക് ചെറുതായിട്ട് ഒരു 50% അല്ലെങ്കിൽ 50% എന്താ പറയുക, 50% ഇല്ല, 30% പ്രോഫിറ്റിൽ എനിക്ക് ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ ഒന്ന് ഏകദേശം ട്രേഡ് എങ്ങനെയുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ നിന്നൊരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇവിടെ തന്നെയാണ് എൻട്രി എടുത്തത്. കറക്റ്റ് ഇവിടെ നിന്ന് ടച്ച് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് പോവും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെ എൻട്രി എടുത്തു. നല്ലൊരു എൻട്രി തന്നെയായിരുന്നു. പക്ഷേ എന്താണ്, എനിക്ക് അവിടെ നിന്ന് ഞാൻ ടാർഗറ്റ് ഇതുവരെ വെച്ചു. പക്ഷേ എനിക്കൊരു ഇടയിൽ ഈ ഒരു റേഞ്ച് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ എന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ നിന്നല്ല, ഈ ഒരു റേഞ്ചാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അപ്പം പക്ഷേ എനിക്കത് കിട്ടിയില്ല. പക്ഷേ അവിടെ നിന്ന് ഇവിടെ നിന്നൊരു റിവേഴ്സലിൻ്റെ ഒരു ഇത് കണ്ടാണ്. അപ്പോൾ കണ്ടു, ഞാൻ പിന്നെയും വെയിറ്റ് ചെയ്തു. പിന്നെ എനിക്ക് ഈ ഒരു റേഞ്ചിൽ ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ ഏകദേശം ഇവിടെ എത്തുമ്പോഴേക്കൊക്കെ എനിക്ക് ഏകദേശം 95% അല്ലെങ്കിൽ 90% അടുത്തോളം എനിക്ക് പ്രോഫിറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇറങ്ങേണ്ടി വന്നത് 35% ആ റേഞ്ചിലേക്ക് ആയി. അപ്പോൾ അത്രയും ചുരുങ്ങി ഒറ്റ ക്യാൻഡിൽ തന്നെ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ട്രേഡ് കഴിഞ്ഞ് ഇറങ്ങേണ്ടി വന്നത്. അതിനുശേഷം രണ്ടാമത്തെ ഒരു എൻട്രി എനിക്ക് എടുക്കാൻ ഉണ്ടായിരുന്നില്ല, എടുക്കാൻ പറ്റിയില്ല, എടുത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു റേഞ്ചിൽ വീണ്ടും ഡൗണിലേക്ക് വരുന്ന ടൈമിൽ നമുക്ക് ഇവിടെ നിന്ന് ബ്രേക്കൗട്ട് ചെയ്ത ടൈമിൽ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഈ ഒരു ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഇവിടെ നിന്ന് ഒരു എൻട്രി എടുക്കാമായിരുന്നു. പക്ഷെ അത് നടന്നില്ല. ചെറിയ സ്റ്റോപ്പ് ലോസ് തന്നെ വെച്ചിട്ട് ഏകദേശം ഈ ഒരു റേഞ്ച് വരെയെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് വെച്ച് ഇറങ്ങാമായിരുന്നു. പക്ഷെ അതെനിക്ക് എടുക്കാൻ സാധിച്ചു. എനിക്ക് ഇന്നിപ്പോൾ ആ കൂടെ ഒറ്റ എൻട്രി എടുത്തു. എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഒരു എൻട്രിയിൽ അവസാനിപ്പിക്കുകയും ചെയ്തു. ഒരു 35% പ്രോഫിറ്റ് എടുത്തു ഇറങ്ങി. അപ്പോൾ ഇന്നും ഒരു 4K അടുത്ത് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. അത് ഒറ്റ ലോട്ട് തന്നെയാണ് ഞാൻ ചെയ്തതും. അപ്പോൾ ഏകദേശം 4K അടുത്ത് വരുന്ന ഒരു ലോട്ട് എടുത്തു ഇറങ്ങി. അപ്പോൾ എന്തായാലും ഇന്ന് കുഴപ്പമൊന്നുമില്ല, ട്രേഡ് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താണ്, ഈ ഒരു ഡൗൺ സൈഡിലേക്ക് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു സൈഡിലേക്ക് എനിക്ക് എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഒരു ത്രിബിൾ എങ്കിലും എടുക്കാൻ പറ്റുമായിരുന്നു. 4K യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 12K വരെങ്കിലും എനിക്ക് പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നത്. പക്ഷെ എനിക്കത് മിസ്സായിപ്പോയി. കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ബാങ്ക് നിഫ്റ്റിയിൽ നോക്കിയാൽ കൂടെ എനിക്കത് തന്നെയാണ്, സി സൈഡിലേക്ക് തന്നെയാണ് ഞാനൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് വലിയ സക്സസ് ആയില്ല. പക്ഷെ എന്താണ്, ഞാൻ നിഫ്റ്റിയിൽ എടുത്ത കാരണം എനിക്കൊരു പ്രോഫിറ്റ് കിട്ടി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രോഫിറ്റ് കിട്ടി. എക്സ്പയറി അല്ലാത്ത ദിവസങ്ങളിൽ കിട്ടുന്ന പോലെ തന്നെ ഒരു പ്രോഫിറ്റ് എനിക്ക് ഉണ്ടാക്കി ഇറങ്ങാൻ സാധിച്ചു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം നിഫ്റ്റിയിൽ എനിക്ക് നിഫ്റ്റിയിൽ എപ്പോഴും ഭാഗ്യമൊന്നും ഉണ്ടാവില്ല. വലിയ എൻ്റെ പ്രഡിക്ഷൻ എപ്പോഴും തെറ്റുന്നതാണ്. എൻ്റെ ഒരു സ്ട്രാറ്റജി ചിലപ്പോൾ നിഫ്റ്റിയിൽ വർക്കാവാതെ വരും. അപ്പോൾ എപ്പോഴും ഓപ്പോസിറ്റ് പോകും, അല്ലെങ്കിൽ പ്രീമിയം ഡൗണായി തന്നെ പോകും. ഇന്നും അതേപോലെ തന്നെ എനിക്ക് തോന്നി. കുറേ നേരം അവിടെ തന്നെ കളിച്ചപ്പോൾ എനിക്ക് നല്ല രീതിയിൽ പ്രഷർ എടുക്കേണ്ടി വന്നു. കാരണം വെച്ചാൽ അത്രയും നേരം വെയിറ്റ് ചെയ്യുന്നതൊരു കഷ്ടമെന്നുള്ള കാര്യമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേലേക്ക് പോയി പ്രോഫിറ്റ് കൊണ്ടു, പിന്നെയും ഇറങ്ങി വന്നു, പിന്നെ ചെറിയ ലോസിക്ക് വന്നു, പിന്നെ പ്രോഫിറ്റിക്ക് വന്നു. അപ്പോൾ അതുപോലെ കളിച്ചിട്ടാണ് പിന്നെ ലാസ്റ്റ് ഇവിടെ നിന്ന് പക്കായിട്ട് എനിക്കൊരു സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നത്. അപ്പോൾ അതുപോലെ ഇന്നത്തെ ട്രേഡ് ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നത്തെ ദിവസം കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമ്മുടെ സ്ട്രാറ്റജി വർക്ക് വരുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ വർക്കാവുന്നുണ്ട്. മാക്സിമം പ്രോഫിറ്റ് ആവുന്ന ട്രേഡുകളാണ് നമുക്ക് ഉള്ളത്. അപൂർവമാണ്, ഏകദേശം 1-2 ട്രേഡുകൾ എപ്പോഴെങ്കിലൊക്കെയാണ് നമുക്ക് ലോസ് ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഇതിൽ വലിയൊരു പ്രോഫിറ്റ് ആക്കി മാറ്റാൻ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജിയിൽ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇനി നാളത്തെ ദിവസം എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നാളെ കഴിഞ്ഞ് മൺഡേ ഇല്ല, അതിനുശേഷം ഫ്രൈഡേ ഉണ്ടാവില്ല. അപ്പോൾ നെക്സ്റ്റ് വീക്ക് 2 days നമുക്ക് ലീവാണ്. അപ്പോൾ എന്തായാലും ആകെ 4 ദിവസം അല്ലെങ്കിൽ 3 ദിവസം നമുക്ക് ട്രേഡ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ഈ വീക്ക് നാളത്തോടെ കഴിയുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ കൂടെ നല്ലൊരു രീതിയിൽ പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങാൻ നമുക്ക് നോക്കാം. താങ്ക് യു.